കൂലിപ്പണിക്കും പോകാൻ അത്തരം അവസരങ്ങൾ പഞ്ചായത്തിലുണ്ട്. ഇത്തരം ജോലിക്ക് വരുന്നതേ ഉള്ളൂ. സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഇത്രയൊക്കെ ജോലി ചെയ്യുന്നു അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നും. ശാക്തീകരണം എന്നുള്ളത് അതിൻ്റെ വ്യക്തമായ അർത്ഥത്തിൽ തന്നെ അവിടെ നടപ്പിലാകുന്നുണ്ടെന്ന് കാണുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ, കൂട്ടുകൃഷി നിങ്ങൾ നടത്തുന്നതും മണ്ണിര കമ്പോസ്റ്റും അതൊക്കെയാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്. പലഹാരം ഉണ്ടാക്കലൊക്കെ, സോപ്പുണ്ടാക്കലും പലഹാരം ഉണ്ടാക്കലും തയ്യലും ഒക്കെ വളരെ വർഷമായി നമ്മൾ നടത്തുന്നു. എല്ലായിടത്തും നടത്തി എന്നും ദാരിദ്ര്യമാണ്. ചെറിയ തോതിലൊക്കെ വല്ലതും കിട്ടുമെന്നല്ലാതെ എന്നും ദാരിദ്ര്യമാണ് ഈ തൊഴിലുകൾക്ക് പോകുന്നവർക്ക്. ഇപ്പോൾ എന്താ ഈ സുസ്ഥിര തൊഴിലുറപ്പ് പദ്ധതിയിൽ 125 കിട്ടുന്നുള്ളൂ എന്നാണ് പഞ്ചായത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്. ഇവർക്ക് 80 രൂപയൊക്കെ ആണെങ്കിലും അത് നല്ലൊരു തുകയായിട്ടും പറയുന്നു. അപ്പോൾ അതിലുള്ള വൈരുദ്ധ്യം ഞാൻ ആലോചിക്കുകയാണ്. സ്ത്രീകൾക്ക് 80 രൂപ പ്രതിദിന വരുമാനം കിട്ടുന്നുണ്ട്, അത് നല്ലത്. 125 എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരിഹാസം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ടീച്ചർ പറഞ്ഞത് 80 രൂപ മറ്റേ നമ്മുടെ സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന 80 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, തയ്യലിന് 80 രൂപ അതിപ്പോ അവര് സ്വയം സംരംഭമായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ കടബാധ്യതയെല്ലാം അടച്ച് തീർത്തതിന് ശേഷമാണ് ഇപ്പൊ ഈ 80 രൂപ കിട്ടുന്നത്. അപ്പൊ അത് സ്ഥിരമായിട്ട് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. ആ ജോലി ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് തൊഴിലുറപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. അങ്ങനെ അല്ലാത്തവരാണ് ഈ മറ്റുള്ള ഈ 125 രൂപക്ക് നിർമ്മാണ തൊഴിലാളികൾക്കെല്ലാം 200-250 രൂപ കൂലിയുണ്ട്. അപ്പൊ അത് ഉപേക്ഷിച്ചിട്ട് അവർ ഈ 125 രൂപക്ക് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരല്ല എന്നുള്ളതാണ്. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സുരക്ഷിതത്വത്തെ പറ്റി പറഞ്ഞു. അവിടെ മദ്യത്തിന്റെ സ്ഥിതി എന്താണ്? സ്ത്രീകൾ തന്നെ പറയുക. മദ്യപാനം അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. എന്നാലും ചില കേന്ദ്രങ്ങളിൽ മദ്യപാനങ്ങൾ ഇപ്പോൾ കുട്ടികൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെ ഓരോ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതിൽ ചില ഇടപെടലുകൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ എക്സൈസിൻ്റെ ഓഫീസർമാർ വരുന്നുണ്ട് ഇത് പരിശോധന നടത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ഉണ്ട്, അതൊന്നും പരിശോധിക്കണം എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളിൽ പറഞ്ഞു കൊടുത്താൽ എക്സൈസുകാർ വന്ന് പരിശോധിക്കുന്നതുകൊണ്ട് തന്നെ അത് വ്യാപകമായിട്ട് അങ്ങനെ മദ്യപാനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിൽ എല്ലായിടത്തും മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സായ കുട്ടികൾ ഇപ്പോൾ മദ്യപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിശക്തമായ ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ പഞ്ചായത്ത് തന്നെ അതൊരു മാതൃകയായി അത് തുടങ്ങണമെന്നും കൂടെ എൻ്റെ ഒരു അപേക്ഷയാണ്. മദ്യത്തിൽ നിന്ന് വിമുക്തമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പറയാനുള്ള ഒരുപാട് രക്തസാക്ഷികളെയും നേതാക്കന്മാരെയും സൃഷ്ടിച്ച നിങ്ങളുടെ പഞ്ചായത്തിന് അത് കഴിയണം. വേറൊന്ന് എനിക്ക് സന്തോഷം തോന്നിയ ഒന്ന്, 10 രൂപ ഭർത്താവിനോട് ചോദിച്ചു വാങ്ങണം എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾ മോചിതരായിരിക്കുന്നു എന്ന് കുടുംബശ്രീ പ്രവർത്തകർക്ക് പറയാൻ സാധിച്ചു. അതും സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത്. നിങ്ങളുടെ പ്രവർത്തനം കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ടീച്ചറെ കണ്ടതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനി ജൂറിയുടെ ജഡ്ജ്മെന്റ് അറിയാം. RVG സാറിലേക്ക്. 15-ൽ 12. 15-ൽ 12. 10-5. 10-5. 10-7 മാർക്ക്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന ടോട്ടൽ സ്കോർ 41 മാർക്ക് 60-ൽ. നിങ്ങൾക്കും ഈ ഗ്രാമപഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട SMS ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് KLSR സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക്. ഔട്ട് ഓഫ് 10 10-ൽ എത്ര മാർക്കാണോ അത്രയും ടു ദിസ് നമ്പർ. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം.
ഈ മത്സരവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം തകഴി ഗ്രാമപഞ്ചായത്തിനെ, ആലപ്പുഴ ജില്ല. ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് പരിചയപ്പെടാം. പഞ്ചായത്തിന്റെ പ്രതിനിധിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രതിഭാഹരി, ശ്രീ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ശ്രീ മുകുന്ദൻ, ശ്രീ പ്രകാശ്, ശ്രീ അജയകുമാർ. പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പറഞ്ഞോളൂ, നാടിന്റെ പെരുമ താങ്കൾ തന്നെ പറഞ്ഞോളൂ. വിശ്വസാഹിത്യകാരനായ തകഴി ചേട്ടന്റെ ജന്മം കൊണ്ട് ധന്യമായ നാടാണ് തകഴി. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കർഷക തൊഴിലാളികൾ അധ്വാനിച്ച് കഥകളിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും വേലകളിയുടെയും സംസ്കൃതി ഉൾക്കൊള്ളുന്ന തനി കുട്ടനാടൻ ഗ്രാമം. ഇനി ഇവരുടെ ഗ്രാമത്തിലേക്കൂടെ നമുക്കൊരു യാത്രയാവാം. ഇത് വേഴപ്പുറം പാടശേഖരമാണ്. മൊത്തം 4550 ഏക്കറിലാണ് തകഴി പഞ്ചായത്തിൽ കൃഷി നടക്കുന്നത്. അതിൽ ഏതാണ്ട് 70% നെൽകൃഷിയാണ്. ഒരു എഴുത്തുകാരന്റെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത്, തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹം താമസിച്ചിരുന്ന വീടാണിത്. ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിയവും സ്മൃതി മണ്ഡപവും സ്ഥിതി ചെയ്യുന്നു. ഇത് തകഴി പഞ്ചായത്തിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഔഷധമായ വെളിയെണ്ണയാണ്. കുഷ്ഠരോഗങ്ങൾക്കും വാദസംബന്ധമായ രോഗങ്ങൾക്കും ഇത് ഏറെ ആശ്വാസം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വെളിയെണ്ണയ്ക്കായി എത്താറുണ്ട്. ചെമ്പകശ്ശേരി രാജാവ് കുഞ്ചൻ നമ്പ്യാരെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കുകയും നിലം നൽകുകയും ചെയ്തത് തകഴിയിലെ കാരണവർമാരാണ്. കല്യാണ സൗന്ദര്യം ഓട്ടംതുള്ളൽ അദ്ദേഹം എഴുതിയത് പടഹാരം എന്ന ഈ പ്രദേശത്ത് വെച്ചാണ്. കല്യാണ സൗഗന്ധികത്തിന്റെ നാടുകൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി വികസനത്തിന്റെ കാര്യങ്ങളിലേക്ക്. വികസനത്തെ നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം? പ്രധാനമായും സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. തികച്ചും ഒരു കാർഷിക മേഖലയാണ് തകഴി ഗ്രാമപഞ്ചായത്ത്. 5000 ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഒരു പഞ്ചായത്താണ്. 65 പാടങ്ങൾക്ക് മേൽ കൃഷി ചെയ്യുന്നുണ്ട്. സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമം എന്ന ആ ഒരു ലക്ഷ്യം നേടാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കി. സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമമാണ് ലക്ഷ്യം. ഇനി ഈ ഗ്രാമത്തിന്റെ വികസന കാഴ്ചകളിലൂടെ നിരാലംബരായ വൃദ്ധജനങ്ങൾക്ക് ചികിത്സാ സഹായവും ആശ്വാസവും എത്തിക്കുവാനുള്ള പദ്ധതിയാണ് ആശ്രയ. ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് ഒറ്റയ്ക്കായി പോകുന്നവർക്ക് ഒരു താങ്ങായി ആശ്രയ വോളണ്ടിയർമാർ എത്തുന്നു. വീടില്ലാത്ത ദരിദ്ര വൃദ്ധജനങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ആശാഗൃഹം പദ്ധതിയും ഇതിന്റെ ഭാഗമായുണ്ട്. ഇത് കമല ചേച്ചിയുടെ വീടാണ്. കമല ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണ് താമസം. മുമ്പ് താമസയോഗ്യമല്ലാത്ത ഒരു വീടായിരുന്നു ഇത്. ഇപ്പോ പഞ്ചായത്ത് വക ആശ്രയ പദ്ധതി വഴി നിർമ്മാണം കഴിപ്പിച്ച ആശാഗൃഹമാണിത്. കമല ചേച്ചി വികലാംഗയാണ്. ഒരു കൈക്കും കാലിനുമാണ് ചേച്ചിക്ക് സ്വാധീനക്കുറവ്. ആശാ വോളണ്ടിയേഴ്സ് എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തി ചേച്ചിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മരുന്ന് വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിക്കുകയും ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു സന്ദർഭമാണെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. കുടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ നിന്ന് ചേച്ചിക്ക് ബ്ലീച്ചിങ് പൗഡർ എത്തിക്കാറുണ്ട്. അത്യാവശ്യം ചേച്ചിക്ക് ക്ഷീണമോ വയറിളക്കോ എന്തെങ്കിലും ഉണ്ടായാൽ കരുതി വെക്കാനായിട്ട് ORS പാക്കറ്റ് കൊണ്ട് കൊടുക്കാറുണ്ട്. ചേച്ചിക്ക് അത്യാവശ്യം അയൺ ഗുളിക ആശുപത്രിയിൽ നിന്ന് എത്തിക്കാറുണ്ട്. ആശുപത്രിയിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ യഥാസമയം ചേച്ചിയോട് ചോദിച്ച് എത്തിക്കുകയും ചേച്ചിക്ക് പോകാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എൻ്റെ സഹായത്തോടെ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓലപ്പുരയായിരുന്നു വീട്. 4 വർഷമായി വെച്ചിട്ട്. പഞ്ചായത്തിന് സഹായത്തിന് വെച്ച് തന്നതാ. ആശുപത്രി പോകണുണ്ട്, എനിക്ക് മരുന്നൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ കഴിക്കുന്നുണ്ട്, വെള്ളത്തിന്റെ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ചികിത്സാ സഹായം മാത്രമല്ല, കമല ചേച്ചിയെ പോലെ ഒറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാർക്ക് ഒരു കൂട്ടും ആശ്വാസവും കൂടിയാണ് ആശാ വോളണ്ടിയേഴ്സ്.
ആശാഗ്രഹം പദ്ധതിയോടനുബന്ധിച്ച് പ്രത്യേകം ട്രെയിനിംഗ് ലഭിച്ച